ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരുന്നത്. അപ്പോൾ മോൾക്ക് ഓരോരു കംപ്ലൈന്റ്. എന്താ കാരണം വെച്ചാൽ അച്ഛൻ്റെ ചാനലിൽ സീരിയസ് വീഡിയോസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു വെറൈറ്റി ആക്കാമെന്ന് വിചാരിച്ചു ഇപ്രാവശ്യം. അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു ഗെയിമാണ്, സിമ്പിൾ ഗെയിമാണ്. കുറെ ആള് നെറ്റിലൊക്കെ നോക്കി തപ്പിയെടുത്തൊരു ഗെയിമാണ്. എന്താവും അറിയില്ല, എന്നാലും ഒന്ന് ട്രൈ ചെയ്യാം. മോളുടെ ആഗ്രഹമല്ലേ. ഇത് അപർണ, ഇത് മനീഷ. ഇത് വൈഫാണ്, മോളല്ല. അപ്പൊ ഇതാണ് എന്റെ മോള് അപർണ. ഗെയിമിന്റെ പേരെന്താ? ജെംസ് ഡ്രോയിങ് ചാലഞ്ച്. ജെംസ് ഡ്രോയിങ് ചാലഞ്ച്. ഓക്കെ, വെറൈറ്റി പേരാണല്ലോ, ജെംസ് ഡ്രോയിങ് ചാലഞ്ച്. ഇപ്പോഴും എന്താ എങ്ങനെ കളിക്കുന്നത്? ഇതില് കൊറേ കളേഴ്സ് ഉണ്ട്. അതില് ജെംസ് ആണ് വെച്ചിരിക്കുന്നത്. ജെംസ്. അപ്പോ ഇതില് ജെംസ് ഒരുപാട് വെറൈറ്റി കളേഴ്സ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കണ്ണ് അടയ്ക്കും ഒരാള്. ഏതേലും ഒരു കളർ എടുക്കും. ആ കളറിലുള്ള സ്കെച്ച് എടുക്കും. എന്നിട്ട് ആ സ്കെച്ച് കൊണ്ട് മാത്രമേ പേപ്പറിൽ വരയ്ക്കാം. വേറെ ഒരു സ്കെച്ച് വരയ്ക്കാനുള്ള ഫിഗർ എന്താ ഉള്ളത്? അത് ഏത് വേണേലും വരയ്ക്കാം. അതെങ്ങനെയാ? അപ്പോ നമ്മളിപ്പോ ഒരു യെല്ലോ കിട്ടി കഴിഞ്ഞാൽ യെല്ലോ കളറിൽ ഏത് ഒബ്ജക്റ്റ് ആണുള്ളത് ആ ഒബ്ജക്റ്റ് വരയ്ക്കും. സൺഫ്ലവർ, ബനാന, അങ്ങനെയല്ലേ? അപ്പൊ ഏതാ കളർ കിട്ടണെന്ന് വെച്ചാൽ ജെംസിന്റെ ഏതാണ് കളർ? പക്ഷെ ഒരു കളറേ എടുക്കാൻ പറ്റുള്ളൂ. ഒറ്റ കളർ എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഒരു കളർ ജെംസ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആളുടെ കണ്ണ് പൊത്തിയിട്ടാണ് ജെംസ് എടുക്കുക. അപ്പൊ ജെംസിൽ ഏത് കളറാണ് കിട്ടുന്നത് ആ കളർ സ്കെച്ച് എടുത്തിട്ട് നമ്മൾ ആ സ്കെച്ചിന്റെ കളറിൽ അനുബന്ധപ്പെട്ട ഇമേജ്, അതായത് ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ യെല്ലോ ആണ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബനാന വരയ്ക്കാം, സൺഫ്ലവർ വരയ്ക്കാം. അങ്ങനെ ഒരു ചെറിയ, ഇപ്പൊ ബ്ലൂ ആ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയൊരു റിവർ അല്ലെങ്കിൽ ബ്ലൂ മാച്ച് ചെയ്യണ ഒരു സ്കൈ ബേസ്ഡ് എന്തെങ്കിലും ഇമേജ്, അങ്ങനെ ഒരു എക്സാമ്പിൾ. അപ്പൊ അതാണ് ചലഞ്ച്. നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ടൈം വെച്ചിട്ടാണ്. അപ്പൊ 2 minutes ആണ് നമുക്ക് ടൈം ചലഞ്ച് വരുന്നത്. ഈ ടൈമിനുള്ളിൽ ആരാണോ ഒബ്ജക്റ്റ് കറക്റ്റ് ആയിട്ട് ഡ്രോ ചെയ്യണത് അവരാണ് വിന്നർ. വിന്നർക്ക് ഗിഫ്റ്റും കൂടി ഉണ്ട്. ഈ ഇരിക്കുന്ന ജെംസ് മുഴുവൻ അവർക്ക് കഴിക്കാത്ത. വിന്നർ എന്നുള്ളത് പാക്കറ്റിൽ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതും കൂടി എല്ലാം കൂടി ഒരുമിച്ച് കഴിക്കാൻ പറ്റും. അതാണ് ഇതിന്റെ ഗുണം. അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. കണ്ണു പൊത്തിയിട്ട് ഒരു മിനിറ്റ്. ഇപ്പൊ എന്റെ മുന്നിൽ ഏതൊക്കെ കളറാന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ അവിടെ പോയിട്ട് കളർ എടുക്കും. അപ്പൊ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ എന്റെ കണ്ണ് പൊത്തിയിട്ട് ഇത് ഷഫിൾ ചെയ്യണം. ഓക്കെ, ഷഫിൾ ചെയ്തിട്ട് എന്നോട് എടുക്കാൻ പറയണം. ഓക്കെ, ഓ അത്യാവശ്യം ചോരോട്ടം വേണം. വാവ്, എനിക്ക് കിട്ടിയ കളർ ഇതാണ്. ഏതാ? പിങ്ക്. നമ്പർ 2 പിങ്ക് ആണ്. അപ്പൊ പിങ്ക് സ്കെച്ച് കിട്ടിയിട്ട് നമുക്ക് അപ്പൊ ഈ സ്കെച്ച് വെച്ചിട്ടാണ് ഡ്രോയിങ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ്. കണ്ണൂത്ത് യെല്ലോ കിട്ടി. അപ്പൊ യെല്ലോ സ്കെച്ച് കൊടുക്ക്. എനിക്കൊന്നും അല്ലാത്ത സ്കെച്ച് കൊടുക്ക്. ഇത് യെല്ലോ അല്ല, ഇത് അത് കുഴപ്പമില്ല. ഭയങ്കര ചലഞ്ചാട്ടോ, ഒരു രക്ഷയില്ല. ഇത് എന്താക്കുന്ന അറിയില്ല. ഷഫിളായില്ല. ശരിക്കും വിളിക്കും. മറച്ച് തല വിരിച്ചോക്കും. ആള് വില്ലത്തിയാണ്. ഇവിടെ ശരിയാവില്ല. അടിപൊളി. അപ്പൊ 3 പേർക്കും 3 കളേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഇനി ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ അതിന് മുന്നേ നമ്മള് ടൈമർ സെറ്റ് ചെയ്യണം. ടൈമർ അപ്പോ 2 minutes അല്ലേ കേട്ടോ? 2 minutes. അപ്പൊ ഞങ്ങൾ ടൈമർ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 minutes ആണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് 2 minutes ആയി കഴിഞ്ഞാൽ സൗണ്ട് കേൾക്കാല്ലേ. അപ്പൊ ഡ്രോയിങ് സ്റ്റോപ്പ് ചെയ്യണം. അതിന് ആലോചിക്കാൻ സമയമാണ് എന്തൊക്കെ പിക്ചർ വരയ്ക്കണെന്നുള്ളത്. എല്ലാം കൂടെ 2 minutes. എല്ലാം കൂടെ 2 minutes ആണ്. അപ്പൊ എല്ലാവരും ഓക്കെ ആയിട്ട് ടൈമർ പ്രസ് ചെയ്യാൻ പോവാണ്. ഇവിടെ വെച്ചിട്ട് പ്രസ് അല്ലെങ്കിൽ അത് കുഴപ്പമില്ല. അപ്പൊ ടൈമർ പ്രസ് ചെയ്യാണ്. അപ്പൊ എനിക്ക് 2 സെക്കൻഡ് ലെസ് ആയിട്ടാ, എന്നാലും കുഴപ്പമില്ല. പക്ഷെ ഞങ്ങൾ തുടങ്ങിയിട്ടില്ലല്ലോ, അപ്പൊ കുഴപ്പമില്ല. ഇതിപ്പോ ഫ്ലവർ വരച്ചു കഴിഞ്ഞാൽ വേറെ ആയി പോവാമോ? ടു മിനിറ്റ്സ് ആണ് നമുക്ക് ചലഞ്ച് ഉള്ളത് കേട്ടോ. 2 minutes ഫിനിഷ് ചെയ്യണ ആൾക്ക് ആ ജംസ് കംപ്ലീറ്റ് കഴിക്കാം. എന്തായാലും ഇവരെക്കാളൊക്കെ സൂപ്പർ ഇമേജ് എൻ്റെ ആയിരിക്കും. ഞാൻ ചെറുപ്പത്തിൽ വലിയൊരു ഡ്രോയിങ് പേഴ്സൺ.
ഇമാതിരി തള്ളത് സൂപ്പർ പിക്ചറുകളാണ് നമ്മൾ വരയ്ക്കാറ് പണ്ടൊക്കെ. കൊറേ സൂപ്പർ പിക്ചേഴ്സ് ഉണ്ട്. ഭയങ്കര കലാകാരനായിരുന്നു. കോപ്പടിക്കാൻ പാടില്ല, നോക്കാൻ പാടില്ല, അത് പറ്റില്ല കേട്ടോ. കോപ്പടി പരിപാടി ഒന്നുമില്ല, ടൈപ്പ് പരിപാടി ഒന്നുമില്ല. സ്വന്തം കഴിവിൽ വേണം വരയ്ക്കാൻ. നമുക്ക് കഴിവുള്ള പോലെ നമ്മൾ വരയ്ക്കണം. നമ്മുടെ ലക്ഷ്യം ജംസ് തിന്നാന്നുള്ളതാണ്. ഇതിനുള്ള കാര്യം നമ്മൾ എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുക്കും. അപ്പോ 2 minutes കഴിഞ്ഞു. സൈറന ഓൺ ആയിട്ട് സ്കെച്ചൊക്കെ റിട്ടേൺ വെച്ചോ എല്ലാവരും. അപ്പൊ ഫസ്റ്റ് എന്റെ ചലഞ്ച് ആട്ടാ. എന്താ കുഴപ്പം, എന്താ പ്രശ്നം? ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. പക്ഷെ ഇത് എന്താണെന്ന് മനസ്സിലായി നിങ്ങൾക്ക്? ഫ്ലവറാണ്. ഇത് ചെമ്പരത്തി പൂവോ? ചെമ്പരത്തിപ്പൂ പോലെ തോന്നുന്നു. ഇത് നിങ്ങൾക്ക് ചെമ്പരത്തി പൂ പോലെ തോന്നുന്നു. എനിക്കിത് ചെമ്പരത്തി പൂ. കലാകാരന്റെ കണ്ണിൽ എന്താണോ അതാണ് കലാകാരന്. ചെമ്പരത്തി പൂവാണ്, ചെമ്പരത്തി പൂവാണ്, ചെമ്പരത്തി പൂവാണ്. ഓക്കെ, നെക്സ്റ്റ്. എന്താ ഇതെന്താ ശരിക്കും? ആരാ ഇവള് വരച്ചത് പർപ്പിളിനോട് ബന്ധമുണ്ടാണോ? ഹലോ അല്ല, ഹലോ, ഇതെന്താ? ഇതാരാ? ജൻഗോക്കിന്റെ കളർ ബ്ലൂ ആണോ? പർപ്പിളാ. ഇത് ജൻഗോക്കാണോ? എനിക്കറിയില്ല. അറിയണോ ഒരു കമന്റ് ചെയ്തോ. എന്താ ജൻഗോക്കോ? ഇത് ജെകെ ആണെന്ന് ഒന്ന് കമന്റ് ചെയ്യണം. ജഡ്ജസ് ഇത് അംഗീകരിച്ചിട്ടില്ല. നെക്സ്റ്റ്. ഇതെന്തോ സംഭവം? സൺഫ്ലവർ. സൺഫ്ലവർ അല്ല, ഒരു ഫ്ലവർ. കാണാൻ അറിയില്ല. സൺഫ്ലവർ ആണ്. അതിന്റെ അല്ല, സൺഫ്ലവർ അല്ല, ഒരു ഫ്ലവർ ആണ്. സൺഫ്ലവർ എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു ഫ്ലവർ ആണ്. ഡ്രോയിങ്ങും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കാണാൻ ഫ്ലവർ പോലെ ഇരിക്കുന്നുണ്ട്. യെല്ലോ കളർ ആയിട്ട് കുറച്ച് ലൈറ്റ് ആയിരിക്കും, അപ്പൊ ശരിക്കും കാണില്ല. വിന്നർ ഗോയിങ് ടു മനീഷ. ഗിഫ്റ്റ്, ബാക്കിയുള്ള ഗിഫ്റ്റും കൂടെ കൊടുക്കാം. ബാക്കിയുള്ള ഗിഫ്റ്റ്, കംപ്ലീറ്റ് ഗിഫ്റ്റ് കൊടുക്കാം. മറ്റേ ഗിഫ്റ്റ് കൊടുക്കാം. അങ്ങനെ ഗിഫ്റ്റ് കൊടുത്തു. കംപ്ലീറ്റ് തിന്നോട്ടെ. അപ്പൊ നമ്മുടെ ഗെയിം കൂടെ കംപ്ലീറ്റ് ആയി. അപ്പോ ഗെയിം ഫസ്റ്റ് വീഡിയോ ആണത്. ഇങ്ങനെ ഒരു വെറൈറ്റി വീഡിയോ നമ്മൾ ഇതുവരെ നമ്മുടെ ചാനലിൽ കൂടെ ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് സീരിയസ് മാറ്റർ ആണ്. സീരിയസ് മാറ്ററുകൾ ഇനിയും ഉണ്ടാവും. അത് മാത്രമല്ല, അതിന്റെ കൂടെ നമ്മൾ ഒരു ടൈം പാസ് എന്നുള്ള രീതിയിൽ ഇതുപോലെയുള്ള കുറച്ച് വീഡിയോസും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ പറ്റുകയാണെങ്കിൽ കോമഡീസ്, അല്ലെങ്കിൽ കുക്കിംഗ് വീഡിയോസ്, അതല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു വ്യത്യസ്തമായ ഗെയിമുകൾ, അങ്ങനെ എല്ലാവരും ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് സ്റ്റാർട്ടിങ് കൊടുത്തത്. അപ്പോൾ ഇതിൽ എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടു, എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് കൃത്യമായിട്ട് കമന്റിൽ രേഖപ്പെടുത്തണം. എന്തെങ്കിലും കുറ്റം കുറവുണ്ടെങ്കിൽ ഏതാ ആദ്യം ആദ്യമാണ് ഏറ്റവും ഭംഗിയത് കമന്റിൽ. അപ്പോ ആര് വരച്ച പിക്ചറാണ് ഭംഗിയായിട്ടുള്ളതെന്നും കൂടെ കമന്റിൽ പറയണം. അപ്പൊ ഇത് അഭിജിത്ത് വരച്ചത്, അപർണ, മനീഷ, വയലറ്റ് ഹാർട്ട് കമന്റ് ചെയ്താൽ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വേണ്ട സപ്പോർട്ട് ചെയ്യാനും മനസ്സറിഞ്ഞ് മുന്നോട്ട് വരണം. അപ്പൊ ഇനിയും ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായിട്ട് നെക്സ്റ്റ് വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി.